ജാസിയും ആഷിയും സോഷ്യൽ മീഡിയയിലെ സ്ഥിരം ചർച്ചകളാണ്. ജാസി പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല ഡ്രസ്സുകളുടെയും ഓർണമെന്റ്സിന്റെയും ഒക്കെ വീഡിയോകളും പല നിലപാടുകളും ഒക്കെയായി വന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ള ഒരാളാണ്. ട്രാൻസ്ജെൻഡർ ആണ് ആഷി. ട്രാൻസ് വ്യക്തിത്വമാണെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ഒരു പെണ്ണ് എന്ന രീതിയിൽ, ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് ജാസി മാറിക്കഴിഞ്ഞു. ജാസിയുടെ വസ്ത്രധാരണമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും മൊത്തത്തിൽ ഒരു സ്ത്രീയുടെ മാറ്റത്തിലേക്ക് ജാസി പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങളും ജാസി നേരിടേണ്ടി വരാറുണ്ട്. ആശയെ പറ്റിയാണ് പലപ്പോഴും ഈ വിമർശനങ്ങൾ എത്തുന്നത്. ജാസി ഭയങ്കരമായി ക്രൂരിയാണെന്നും ആശയെ ജാസി പിടിച്ചു വച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. അതെല്ലാം സത്യമല്ല, എല്ലാം കള്ളമാണെന്നാണ് ജാസി പറയാറുള്ളത്. അത് മാത്രമല്ല, ആശ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്ന് തനിക്ക് പേടിയുണ്ടെന്നും ഇപ്പോൾ ജാസി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാര്യമെന്ന് അറിയില്ല. ജാസിയുടെ ഈ സ്വഭാവത്തെ, അല്ലെങ്കിൽ ജാസിക്ക് ഒരു മോശം സ്വഭാവം ഉണ്ടെന്ന് പലപ്പോഴും ആശയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ട്. ആശയെ തങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റിയതും തങ്ങളുടെ അടുത്തേക്ക് വിടാത്തതുമൊക്കെ ജാസിയാണെന്നാണ് ആശയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ തന്റെ ഭർത്താവ്, അതായത് തന്റെ പാർട്ട്ണറിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടായിരിക്കണം തന്റെ ആശയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ, ആശ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നും താൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് ആശി കുറച്ചൊക്കെ ഒന്ന് മാറിയത്, തന്റെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, താൻ നിർബന്ധിച്ചിട്ടൊക്കെയാണ് ആശി റീലൊക്കെ എടുക്കാൻ വരുന്നത്, ആശയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നും ജാസി തുറന്നു പറയുന്നുണ്ട്. ഒരു സ്ത്രീയായി പൂർണ്ണത നേടിയെന്ന സന്തോഷത്തിലാണ് ജാസി ഇന്ന് ജീവിക്കുന്നത്. താൻ തൻ്റെ അപ്പർ സർജറി നടത്തി എന്നത് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ജാസി മുന്നോട്ട് വന്നിരുന്നു. ഒരു സ്ത്രീയായി ജീവിക്കാനാണ് തനിക്ക് ഏറ്റവും താല്പര്യമെന്നും ഇങ്ങനെയുള്ളൊരു ജന്മം, അടുത്ത ജന്മത്തിൽ തനിക്ക് ഇങ്ങനെ ആവണ്ട എന്നും, ഒന്നെങ്കിൽ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയാൽ മതിയെന്നും വേദനയോടെ ജാസി പറഞ്ഞിരുന്നു. ശരിക്കും ജാസിയെ മുമ്പ് കണ്ടാൽ ഒരു പുരുഷത്വം തോന്നുമായിരുന്നെങ്കിലും ഇപ്പോൾ അണിഞ്ഞൊരുങ്ങി സാരിയൊക്കെ ഉടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് വരുന്ന ജാസിയെ കണ്ടാൽ പെണ്ണല്ല എന്ന് ആരും പറയില്ല. സോഷ്യൽ മീഡിയ താരമായ ജാസിയെ പ്രശംസിച്ചും അവരെ തന്റെ പുതിയ ചിത്രത്തിലെ നായികയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചും സംവിധായകൻ രാം ഗോപാൽ വർമ്മ നടത്തിയ പ്രസ്താവനകൾ ഈയിടയ്ക്ക് ചർച്ചയായി മാറി. ഏറ്റവും പുതിയതായി വന്ന ഒരു അപ്ഡേഷൻ അതാണ്. ഒരു ബോളിവുഡ് നടിക്ക് വേണ്ട എല്ലാ സൗന്ദര്യവും ജാസിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജാസിയുടെ ചിത്രങ്ങളും വീഡിയോകളും കണ്ടതിന് ശേഷമാണ് രാം ഗോപാൽ വർമ്മ ഇവരെ പരസ്യമായി പ്രശംസിച്ചത്. ജാസി നായികയാക്കി പുതിയ സിനിമകൾ പ്ലാൻ ചെയ്യുന്നതായി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാർത്തകളുണ്ട്. ഇരുവരും തമ്മിലുള്ള ചർച്ചകളും പ്രശംസകളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ജാസിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ, ജാസി എങ്ങനെ ഒരു വ്യക്തിത്വമാണ് എന്നും ജാസിയോട് ആളുകൾക്കുള്ള താല്പര്യവും എല്ലാം നമുക്കറിയാം. നിരവധി വീഡിയോകളാണ് ജാസി പല കാര്യങ്ങളിലും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവബോധമുള്ള ആളുകൂടിയാണ് ജാസി. സ്വന്തം വ്യക്തിത്വവും സത്വവും തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ, അത് തിരഞ്ഞെടുത്തതിന്റെ പേരിൽ അവഗണന നേരിടുന്ന ആയിരങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ആഗ്രഹിച്ച ജീവിതം തിരഞ്ഞെടുത്തതിന്റെ പേരിൽ സമൂഹത്തിന്റെ കൂരമ്പുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നതിനെക്കുറിച്ച് വികാരനിർഭരമായി ട്രാൻസ്ജെൻഡറും മോഡലുമായ ജാസി പറയാറുണ്ട്. ആൺശരീരത്തിൽ നിന്നും പെൺമനസ്സിലേക്കുള്ള മാറ്റത്തിന്റെ പേരിൽ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നെന്ന് ജാസി പറയുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തനിക്ക് ഇങ്ങനെ ജനിക്കേണ്ടെന്നും ജാസി വേദനയോടെ പറഞ്ഞു. പുരുഷനായുള്ള പൂർവ്വകാലവും കാലം തനിക്ക് നൽകിയ മാറ്റവും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് ജാസി പങ്കുവച്ചത്. അങ്ങനെ ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കാത്ത പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഞാനായി ജീവിക്കാൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും അതെനിക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. ജീവിതത്തിൽ ഇങ്ങനെ ജനിച്ചതിന്റെ പേരിൽ പലതും എനിക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എനിക്ക് സങ്കടമില്ല. അത് തിരിച്ചു പിടിക്കാനാണ് ഞാൻ നോക്കുന്നത്. അത് എത്ര ദൂരത്തായാലും ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും ജാസി പറയുന്നു. ഞാനൊരു കാര്യം, ഇപ്പൊ എത്രയോ കോമഡി പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ ചെറിയ ഇങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ ഭാര്യയുടെ പെൺസുഹൃത്ത് വരുന്നു, അവരുടെ മിങ്കിൾ ചെയ്യുന്നു, സ്വന്തം ഭാര്യ അതിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു, പിന്നെ അയാൾ പോയി കഴിഞ്ഞാൽ ഭാര്യ അവനെ അടിക്കുന്നു, തല്ലുന്നു. അത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത്. അത്രമേൽ അയാളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അന്ന് സംഭവിച്ചത്. അങ്ങനെയുള്ള ലോകത്തുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരെയും തല്ലിച്ചതയ്ക്കുന്നവരാണെന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാ അങ്ങനെ ഞാൻ പറയുന്നത് റിയൽ ആയിട്ട് സ്നേഹിക്കുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് തന്റെ ഭർത്താവ് പോയി എന്ന് പറഞ്ഞാൽ അതൊരു
ഒരിക്കലും സഹിക്കാൻ പറ്റൂല. അഷിയുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ, വളരെ മകനെ കൊണ്ടുപോയതാണ്, അങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ശരിക്കും അവരുടെ മകനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണല്ലോ. ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് ആ ഉമ്മാരുടെ ദേഷ്യമോ അല്ലെങ്കിൽ ആ വോയിസ് കേട്ടപ്പോ ആ ഉമ്മയുടെ വെറുപ്പോ ഇല്ല എനിക്ക് തോന്നിയത്. കാരണം പേഴ്സണലി ആ ഉമ്മ എത്രത്തോളം ആഷിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല. ചിലപ്പോൾ ആ ഉമ്മാക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഭാവിയിൽ എന്നെ റെഡി ആവുമായിരിക്കും. കാരണം ഇപ്പൊ ഒരുപാട് ട്രാൻസ് വുമൻസിനൊക്കെ നല്ല നല്ല ഹൈ പ്രൊഫൈലുള്ള ഫാമിലീസിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നില്ലേ. അപ്പോ അതേപോലെ ഇനിയും മാറുമായിരിക്കും, കാലം മാറുമല്ലോ എന്തായാലും. ആയിട്ടുള്ള ഒരു പുരുഷൻ ഒരു ട്രാൻസ് വുമണിനെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചാന്ന് പറയുന്നത് അങ്ങനെ നടന്നിട്ടില്ല. രണ്ടു കൂട്ടരും ഒന്നെങ്കിൽ രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ ട്രാൻസ് മാൻ ഒരു ട്രാൻസ് വുമൺ ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നുമില്ല. നോർമൽ ആൾക്കാരും ട്രാൻസ് വുമനൊക്കെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവരൊക്കെ ചിലപ്പോൾ പൊതുസമൂഹത്ത് വന്ന് പറയാനുള്ള ഒരു നമ്മുടെ ഈ ഫേമസ് കപ്പിൾസിൽ ആരും തന്നെ അങ്ങനെ വന്നതായിട്ട് എന്റെ അറിവ് കുറവാണെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങളെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കപ്പിൾസിലും ഉണ്ട്. അങ്ങനെ ട്രാൻസ് മിക്കവരും ഈ ഇപ്പൊ നിങ്ങൾ പറയുന്നു അഷി ക്യൂർ ആണ് അല്ലെങ്കിൽ പുള്ളി ട്രാൻസ് അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ശരിക്കും ഒറിജിനലി ബൈ ബർത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഫിസിക്കലി അങ്ങനെയാണോ? അങ്ങനെ ചോദിച്ചാൽ ബൈ ബർത്ത് ഒരിക്കലും ആഷിയല്ല. പക്ഷേ ആഷി ശരിക്കും ഒരു പുരുഷനായിട്ട് തന്നെയല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ കാണുന്നത്? അപ്പൊ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത്, ശരിക്കും ഒരു ജെൻഡർ ഐഡന്റിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ? ആഷിയുടെ ആഷി ഇപ്പോ ഓൾറെഡി എന്റെ കൂടെയാണ് ഉള്ളത്. അപ്പോ ഞാൻ ഇപ്പൊ ആഷി ഒരു സ്ട്രെയിറ്റ് മെൻ ആണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആള് അങ്ങനെയൊന്നുമില്ല. ആഷി സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മാത്രം താല്പര്യം, അങ്ങനെ നോർമൽ സ്ത്രീകളോട് മാത്രം, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ അവന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരിക്കലും അവൻ സ്ട്രെയിറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ ട്രാൻസ് അല്ലേ. അപ്പോ അങ്ങനെ ചോദ്യം വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു ക്യു ആർ കപ്പിൾ ആയിട്ട് അംഗീകരിക്കണം, അല്ലെങ്കിൽ ക്യു ആർ കപ്പിൾ ആണെന്ന് പറയാനാണ് എനിക്കിപ്പോ താല്പര്യം. ഓക്കെ, ഈ ഉമ്മയുടെ എതിർപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നല്ലോ. അപ്പൊ ഉമ്മയ്ക്ക് എനിക്ക് ഉമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു, മോശം ഉമ്മയെ കുറിച്ച് മോശം സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ചാനൽ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ കാണി, അതുള്ളതാണോ? ഏത് ഒരു ചാനലിൽ? ഞാൻ ഒരിക്കലും ആഷിയുടെ ഉമ്മാനോട് മോശം സംസാരിച്ചിട്ടില്ല. ആ വോയിസ് കേൾക്കുന്നവർക്ക് അറിയാം. ഞാൻ ഒരിക്കലും ആഷിയുടെ ഉമ്മാനെ അതിൽ മോശം പറയുന്നില്ല. ഞാൻ അതിൽ പറയുന്നത് ആഷിയുടെ ഉമ്മ ഓൾറെഡി എന്നെ അതില് ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ വിഷമമില്ല. കാരണം ആ ഉമ്മാന്റെ അത്രയും ഒരു ദേഷ്യമാണ് അത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറൊരു ഉമ്മയാണെങ്കിൽ ഉമ്മ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. കാരണം ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, എന്നെ അംഗീകരിക്കാൻ ഞാൻ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ പറ്റാത്തത് കൊണ്ട് ആ ഉമ്മ എന്നോട് അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, കുണ്ടെന്നാ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ എന്റെ മോനെ എന്തിനാണ് കുണ്ട നീ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ പറയുന്ന ആ വോയിസിൽ തന്നെ ഉണ്ട്, കുണ്ട എന്നെ വിളിക്കണ്ട, നിങ്ങളെ വീട്ടിൽ വേറെ 2 പേരില്ലേ അവരെ പോയി വിളിക്കുന്ന ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ ആദ്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് ഇതായിക്കൂടെ, അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ ഒരു വാശി വെച്ച് നടക്കുന്നത് എന്നാണ് ഞാൻ ഉമ്മാനോട് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഉമ്മാനെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഉമ്മാന്, കാരണം എനിക്കൊരു ഉമ്മ ഉള്ളതാ, നാളെ ആ ഉമ്മാനെ ഞാൻ തെറി വിളിച്ച പോലെ ആയിരിക്കും ഞാൻ ഈ ഉമ്മാനെ തെറി വിളിക്കുമ്പോൾ. അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉമ്മാനെ, പിന്നെ പ്രത്യേകിച്ച് ആഷിയുടെ ഉമ്മാനായിട്ട് ആഷി കോണ്ടാക്ട് ഉണ്ട്, ഇന്നലെ വരെ കോണ്ടാക്ട് ഉണ്ട്. അവർ അങ്ങോട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അവനോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകും. പക്ഷെ അവൻ അവിടെ അധികം നിൽക്കാറില്ല. 2 ദിവസം നിൽക്കും, അല്ലെങ്കിൽ ഒരു ദിവസം നിൽക്കും, തിരിച്ചു വരും. കാരണം അവിടെ എല്ലാവരും അവനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ഇതിങ്ങനെ കുത്തിവെക്കുന്നത് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ പോവും, ഉമ്മാനെ കാണും, പോരും, അത്രയേ ഉള്ളൂ. പെരുന്നാൾ